കരുത്തർ പോരാട്ടം നടക്കുന്ന നേമത്തേക്കാണ് പോകേണ്ടത്. എന്നും ആകാംക്ഷയോടെ നോക്കുന്ന മണ്ഡലമാണ് തലസ്ഥാനത്തെ നേമം. ഫലം എന്താകുമെന്ന് പ്രവചിക്കുക അസാധ്യമെന്ന് തന്നെ പറയേണ്ടി വരും. കേരള രാഷ്ട്രീയം ഒന്നാകെ ഉറ്റുനോക്കുന്ന നേമം മണ്ഡലത്തിൽ കരുത്തരായ 3 പേരാണ് കളത്തിലുള്ളത്. വിജയം ആവർത്തിക്കാനായി LDFിന് വേണ്ടി കളത്തിലിറങ്ങുന്നത് മന്ത്രി വി ശിവൻകുട്ടി തന്നെയാണ്. കെ ശബരിനാഥൻ എന്ന യുവ നേതാവിലൂടെ പ്രതീക്ഷ വെക്കുന്നു UDF. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ട് മത്സരിക്കുന്നതിലൂടെ സീറ്റ് സ്വന്തമാക്കാമെന്ന് ഇന്ത്യയും കരുതുമ്പോൾ അവിടെ നേമത്ത് ഏതായാലും ടൈറ്റ് ഫൈറ്റാണ്. ഇനി ആര് ജയം സ്വന്തമാക്കുന്നത് കാണണം. വി ശിവൻകുട്ടി, രാജീവ് ചന്ദ്രശേഖർ ഒപ്പം കെ ശബരിനാഥ് 3 പേരും തമ്മിലുള്ള മത്സര പോരാട്ട ചിത്രം അവിടെ തെളിഞ്ഞിരിക്കുന്നു. ഹരിമോഹനാണ് ചേരുന്നത്. ഹരി, നേമം കടക്കുക എന്നത് 3 മുന്നണികളെ സംബന്ധിച്ചിടത്തോളവും ഇത്തവണ പ്രധാനമാണ്. എല്ലാവരും പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. ആദ്യ ലാപ്പിൽ മന്ത്രി വി ശിവൻകുട്ടി ബഹുദൂരം മുന്നിലാണ്. നമ്മുടെ സർവേയിൽ ഉൾപ്പെടെ ഒന്നാമതെത്തിയ മന്ത്രിയാണ് വി ശിവൻകുട്ടി. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തത് പറയാനുണ്ട്. UDFിനായാലും BJPക്കായാലും തിരിച്ച് ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെ പല വിഷയങ്ങൾ ഉയർത്തി കാണിക്കാനുമുണ്ട്. നേമത്തേതായാലും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാകുന്ന മണ്ഡലം നേമം തന്നെയാണ്, അല്ലേ ഹരി? പിന്നെ തീർച്ചയായിട്ടും സംശയം വേണ്ട. നിയമമണ്ഡലം വലിയ ഗ്ലാമർ പോരാട്ടം, കേരളത്തിലെ തന്നെ ഏറ്റവും ഗ്ലാമർ പോരാട്ടം നടക്കുന്ന മണ്ഡലമായി തന്നെ വേണം വിലയിരുത്താൻ. കാരണം നേമത്തെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ നേമത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പറയുമ്പോൾ BJPക്കും CPMനും കോൺഗ്രസിനും ഒരേ രീതിയിൽ അവകാശപ്പെടാൻ കഴിയും. 4 വട്ടം CPMനോടൊപ്പം നിന്ന മണ്ഡലമാണ്, 2 വട്ടം കോൺഗ്രസിനോടൊപ്പം നിന്നു, 1 വട്ടം BJPക്ക് ഒപ്പം നിന്നു എന്നുള്ളതാണ്. അതായത് കേരളത്തിന്റെ നിയമസഭയിൽ ഇന്നേ വരെ BJP കയറിയിട്ടുള്ളത് നേമത്ത് അക്കൗണ്ട് തുറന്നതിൽ കൂടി മാത്രമാണ്. അന്ന് അക്കൗണ്ട് തുറന്നതിന്റെ ചരിത്രം പറയാൻ BJPക്ക് ഇപ്പോഴും സാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചതിന്റെ ചരിത്രം പറയാൻ CPMനും പ്രത്യേകിച്ച് മന്ത്രി വി ശിവൻകുട്ടിക്കും പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 2016 തുറന്ന അക്കൗണ്ട് 2021 താൻ തന്നെയാണ് പൂട്ടിച്ചത് എന്ന വി ശിവൻകുട്ടി ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഇക്കുറി അതൊരു CPM BJP പോരാട്ടം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ത്രികോണ മത്സരം എന്നുള്ള നിലയിൽ തന്നെ വേണം കാണാൻ. കാരണം മുൻപ് 2 വട്ടം N ശക്തനിൽ കൂടെ പഴയ നിയമം മണ്ഡലം, അതായത് പുനഃക്രമീകരിക്കുന്നതിന് മുമ്പ് ആ നിയമം മണ്ഡലം 2 വട്ടം കോൺഗ്രസിന്റെ കൈകളിലായിരുന്നു. അതിനുശേഷം കോൺഗ്രസ് ആ സീറ്റ് ഘടകകക്ഷികൾക്ക് നൽകി. 2011 SJDക്ക് നൽകി. ചാരുവാർ രവി അവിടെ മത്സരിച്ച അതുവരെ ഉണ്ടായിരുന്ന മേൽക്കൈ മുഴുവൻ UDFന് നഷ്ടപ്പെട്ടു. പിന്നീട് 2016 ആ സീറ്റ് വി സുരേന്ദ്രപിള്ളയ്ക്ക്, അന്ന് UDFനൊപ്പമായിരുന്നു സുരേന്ദ്രപിള്ളയ്ക്ക് നൽകി. അന്ന് ആ സമയത്ത് വീണ്ടും വോട്ട് കുറവ് വന്നു. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് UDFന് ഒരു തരത്തിലുള്ള മേൽക്കൈയും നേമത്ത് നേടാൻ കഴിഞ്ഞില്ല. പിന്നീട് ഇങ്ങോട്ട് പോരാട്ടം മുഴുവൻ CPMും BJPയും തമ്മിലായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടത്. 2016 O രാജഗോപാൽ BJPക്ക് വേണ്ടി അക്കൗണ്ട് തുറന്നത് നേമം വഴിയാണ്. അന്ന് 9000-ഓളം ഭൂരിപക്ഷം കിട്ടി എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇക്കുറി, അതായത് കഴിഞ്ഞ തവണ K മുരളീധരനെ കൊണ്ടുവന്ന് നഷ്ടപ്പെട്ട വോട്ട് വിഹിതം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞു. ഇക്കുറിയും കോൺഗ്രസിനെ സംബന്ധിച്ച് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ കെ ശബരിനാഥൻ മത്സരിക്കുമ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ ഒരു വശത്ത് വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ കാണിച്ചുകൊണ്ട് വി ശിവൻകുട്ടി മറുവശത്ത് നിൽക്കുന്നു. കെ ശബരിനാഥനും കൂടി വരുമ്പോൾ പോരാട്ടം കനക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി, ഏതായാലും കേരളത്തിൽ ആദ്യമായി താമര വിരിഞ്ഞ മണ്ഡലത്തിലെ കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേമത്ത് നമുക്കറിയാം വി ശിവൻകുട്ടി ജയിച്ചു കയറിയ സമയത്ത് LDF നേടിയത് 55,837 വോട്ടുകളാണ്. NDAക്ക് രണ്ടാം സ്ഥാനത്ത് NDA ആയിരുന്നു. 51,888 വോട്ടുകളാണ് നേടിയത്. UDF 36,524 വോട്ടുകളാണ് നേടിയതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അന്ന് 3,949 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വി ശിവൻകുട്ടി ജയിച്ചു കയറുന്നത്. നോക്കൂ, 50,000-ലധികം വോട്ടുകൾ അവിടെ LDFനും NDAക്കും ഉണ്ടെന്ന് കാണാൻ സാധിക്കും. UDFന് അവിടെ 36,524 വോട്ടുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. 3,949 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് വി ശിവൻകുട്ടിക്ക്. നമുക്കത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കിലേക്ക് എത്തിയാൽ അവിടെ NDAക്കാണ് മുൻതൂക്കമെന്ന് കാണാൻ സാധിക്കും. 49,867 വോട്ടുകളാണ് അവിടെ നേടിയിരിക്കുന്നത് NDA. LDFന് 41,015 വോട്ടുകളാണുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ ചെറുതായെന്ന് LDFനെ പ്രതിസന്ധിയിലാക്കുന്നതാണ്, ആശങ്കപ്പെടുത്തുന്നതാണ്. UDFന് അവിടെ 23,791 വോട്ടുകൾ മാത്രമാണ് നേടിയിട്ടുള്ളത്. അതായത് NDAയുടെ ലീഡ് 8,852 വോട്ട് ലീഡ് അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നേമം മണ്ഡലത്തിന് വേണ്ടി BJP നേതാക്കളിൽ പലരും അവകാശവാദം ഉന്നയിച്ചിരുന്നു. മുൻപ് നേമം ജയിച്ചു കയറിയ ചരിത്രം കേരള നിയമസഭയിൽ BJP എത്തിയത് ആകെ നേമത്തെ അക്കൗണ്ട് തുറന്നപ്പോൾ O രാജഗോപാലിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നേമത്ത് കണ്ണുവെച്ചിരുന്നു എല്ലാവരും. അവിടെ BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേമത്തേക്ക് എത്തുന്നതാണ് കണ്ടത്. ഏതായാലും ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന, ഏറ്റവും ഗ്ലാമർ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ 3 പ്രമുഖർ കളത്തിലുണ്ട്. V ശിവൻകുട്ടി ആയാലും രാജീവ് ചന്ദ്രശേഖർ ആയാലും KS ശബരിനാഥനായാലും മികച്ച സ്ഥാനാർത്ഥികളാണ്. ഇനി ആരാണ് ജയിച്ചു കയറുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ മണ്ഡലങ്ങളിലേക്ക്